കൊച്ചി പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ ഹിജാബ് വിവാദം പരിഹാരത്തിലേക്ക് കോൺഗ്രസ് നേതാക്കൾ നടത്തിയ ചർച്ചയിൽ സ്കൂൾ നിയമാവലി പാലിക്കുമെന്ന് വിദ്യാർത്ഥിയുടെ അച്ഛൻ അറിയിച്ചു. വർഗീയ ചേരിതിരിവുണ്ടാക്കുന്നവർക്ക് ഒരിടവും നൽകില്ല എന്നും അച്ഛൻ. കൊച്ചി പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ തട്ടവിവാദത്തിന് പരിഹാരമായിരിക്കുകയാണ്. കോൺഗ്രസ് നേതാക്കന്മാരും ജനപ്രതിനിധികളും ഉൾപ്പെടെയുള്ളവർ സ്കൂൾ അധികൃതരുമായും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥിയുടെ രക്ഷകർത്താക്കളുമായി നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് പരിഹാരമായിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്കൂൾ യൂണിഫോം കോഡ് പിന്തുടരാം എന്നുള്ളതാണ് വിദ്യാർത്ഥിയുടെ അച്ഛൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മാനേജ്മെന്റ് എടുക്കുന്ന തീരുമാനം അംഗീകരിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് വർഗീയ ശക്തികൾ നടത്തുന്ന മുതലെടുപ്പ് അനുവദിക്കില്ല, അവർക്ക് ഒരിടവും നൽകില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് വിദ്യാർത്ഥിയുടെ അച്ഛൻ ഇക്കാര്യം അറിയിച്ചത്. യൂണിഫോം അംഗീകരിക്കാനായിട്ട് ഇപ്പൊ മറ്റു വിഷയങ്ങളിലേക്ക് കടക്കാതിരിക്കാൻ അത് സമൂഹത്തിന്റെ ഒരു ആവശ്യകതയായിട്ട് ഞാനത് ഏറ്റെടുത്തിട്ട് എൻ്റെ കുട്ടീനെ ഞാൻ ഇവിടുത്തെ മാനേജ്മെന്റ് എന്താണോ പറയുന്നത് ആ തീരുമാനത്തിലേക്ക് ഞാൻ കൊണ്ടുവരും എൻ്റെ കുട്ടീനെ. ചർച്ചകൾക്കായി സ്കൂളിലെത്തിയ കോൺഗ്രസ് നേതാക്കൾക്ക് സ്കൂൾ പ്രിൻസിപ്പലുമായി നേരിട്ട് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം സ്കൂൾ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ളവർ AE ഉൾപ്പെടെ ഉള്ള ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്താൻ പോയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് മറ്റ് ബന്ധപ്പെട്ട ആളുകളുമായിട്ട് സംസാരിച്ചു. കുട്ടിയുടെ അച്ഛൻ്റെ നിലപാട് അറിയിച്ചു. ഈ വിഷയത്തിൽ വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളെയും കുറിച്ചും അവർ പറയുകയുണ്ടായി. ചില ശക്തികൾ വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്നും അവരെ നിയമപരമായി നേരിടുമെന്നും കോൺഗ്രസ് നേതാവും MP-യുമായ ഹൈബി ഈഡൻ അറിയിച്ചു. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വർഗീയ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു പറ്റം ആളുകൾ വ്യക്തി ആക്ഷേപവും വർഗീയ പരാമർശങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടത്തുന്നത് വളരെ ശക്തമായി തന്നെ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. ഹൈബി ഈഡൻ, ഡൊമിനിക് പ്രസന്റേഷൻ, DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, തൃപ്പൂണിത്തുറ MLA K ബാബു ഉൾപ്പെടെയുള്ള നേതാക്കളാണ് ഈ സമവായ ചർച്ചകളിൽ പങ്കെടുത്തത്. സമാന്തരമായി ഔദ്യോഗിക തലത്തിലും ചില ചർച്ചകൾ നടക്കുന്നുണ്ട്. സ്കൂൾ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ളവർ AEOയുമായിട്ട് ഇന്ന് ചർച്ച നടത്തിയിട്ടുണ്ട്. സർക്കാരിലേക്ക് AEO നൽകുന്ന റിപ്പോർട്ട് ഡെപ്യൂട്ടി ഡയറക്ടർ കൈമാറും. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള തീരുമാനങ്ങളും ഉണ്ടാകും. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ വർഗീയപരമായി തന്നെ ഈ വിഷയം പല കോണുകളിൽ നിന്ന് ഉയർന്നിരുന്നു. പോലീസ് സംരക്ഷണം ഉൾപ്പെടെയുള്ളവ ആവശ്യപ്പെട്ട് സ്കൂൾ അധികൃതർ കോടതിയിൽ പോയിരുന്നു. സ്കൂളിന് സംരക്ഷണം നൽകാൻ ഹൈക്കോടതിയും ഉത്തരവിട്ടിരുന്നു. ഇപ്പോൾ 2 ദിവസമായിട്ട് സ്കൂൾ അടഞ്ഞു കിടക്കുകയാണ്. നാളെ സ്കൂൾ തുറന്നു പ്രവർത്തിക്കും. ഈ പ്രശ്നത്തിൽ പരിഹാരമായ സ്ഥിതിക്ക് സുഗമമായി തന്നെ സ്കൂൾ പ്രവർത്തനം മുന്നോട്ട് പോകും എന്നുള്ളതാണ് പ്രതീക്ഷ. ജോയ്സിയാറിനൊപ്പം S. അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.